ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC ഫിസിക്സ്. നമുക്ക് ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എത്രയാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്? 1ഉം 2ഉം ആണ് മെയിൻ ആയിട്ടുള്ളത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഒരു കുറച്ച് പോർഷൻ, ആ റെയിൻബോയുടെ പോർഷൻ വരെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് 2 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം കേട്ടോ, പേടിക്കല്ലേ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ഇന്ന് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ്, ഇനി തൊട്ട് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓണം എക്സാം അടുത്തെത്താറായില്ല, പിന്നെ വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ? ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള വിലപ്പെട്ട കമൻറ്റ്സ് ഒന്നറിയിക്കും. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ ആണ് എന്ത്? സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് മെയിനായിട്ട് വേവ്സിനെ കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൊണ്ട് ഓരോ ചാപ്റ്ററും നമുക്ക് മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയിട്ട് നമുക്ക് ചെയ്യാവേ. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കമൻറ്റ് ഇട്ടാലും എനിക്ക് മനസ്സിലാവുള്ളൂ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. അപ്പോൾ സൗണ്ട് വേവ്സിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കണം. കണ്ടോ? കുറച്ചൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ബ്ലേഡ് വിൽ വൈബ്രേറ്റ് വിത്ത് ഐഡന്റിക്കൽ ആംപ്ലിറ്റ്യൂഡ് വെൻ ബ്ലേഡ് സി ഈസ് പ്ലഗ്ഡ് വൈ. അപ്പോൾ ഏത് ബ്ലേഡാണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിൽ ഏത് ബ്ലേഡാണ് വൈബ്രേറ്റ് ചെയ്യുക വെൻ ദ ബ്ലേഡ് സി ഈസ് പ്ലഗ്ഡ്? ആ സി, അതായത് ഈ സാധനത്തിന് നമ്മളൊന്ന് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നമ്മൾ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും നല്ല ഹൈ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? ഇതായിരിക്കും. അതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആണെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വൈബ്രേഷൻ ഓൺ ദ അതർ ബ്ലേഡ്സ്? അപ്പോൾ മറ്റുള്ള ബ്ലേഡുകളുടെ വൈബ്രേഷൻ അതിന് നമ്മൾ എന്താണ് പറയുക? അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എഫ്, ബിക്കോസ് റെസൊനൻസിലായതുകൊണ്ടാണ്. റെസൊനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹൈറ്റ് ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. ഞാൻ വരച്ചുതരാം. സെയിം ഹൈറ്റ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് സെയിം. നാച്ചുറൽ ഫ്രീക്വൻസി ഇവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സാധനത്തിന് പോയിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ആ മൊത്തം അങ്ങനെ ഇരുന്ന് കുലുങ്ങുക. അപ്പം എന്താ? നമ്മൾ ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് വീക്ക്നെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ കംപ്ലീറ്റ് ദ അതർ. ഒന്നാമത്തെ പെയറിന്റെ റിലേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്തതും കൂടി എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രീക്വൻസിന്റെ യൂണിറ്റ്സ് നമുക്ക് ഹെർട്സ് ആണ്. അപ്പോൾ സ്പീഡിന്റെ എന്തായിരിക്കും? അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, ഹൈ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കംപ്രഷൻ എന്ന് പറയും. ലോ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയേണ്ടാവുക? അതാണ് രണ്ടാമത്തെ. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ലോ പ്രഷറിന് എന്താണ് നമ്മൾ പറയുക? റിയൽ ഫാഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പക്ഷെ നമ്മൾ കുറച്ചൊന്ന് തല പോയിക്കണേ. ഇനി അടുത്താണ്, ഐഡന്റിഫൈ വാട്ട് കൈൻഡ് ഓഫ് വേവ് ഫോളോയിങ് ആർ. ഏത് വേവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് തന്നിട്ടുണ്ട് എ സൗണ്ട് വേവ്, ബി റിപ്പിൾസ് ഫോംഡ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ, സി ഫോം ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോക്കിന്റെ വൈബ്രേഷൻ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള വേവ്. അപ്പോൾ എ നമുക്ക് എന്താണ്? സൗണ്ട് വേവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിലായിരിക്കും. ബി ട്രാൻസ്വേഴ്സ് ആയിരിക്കും. സി ലോഞ്ചിറ്റ്യൂഡ് വേവ് ട്യൂണിംഗ് ഫോക്കിന്റെ എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിലായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിലും അതേപോലെ തന്നെ എന്താ പറയാ, ട്രാൻസ്വേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് പോവും, അടുപ്പിച്ച് പോവും, വിട്ട് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആണെങ്കിലോ ഇതാ ഇങ്ങനെ പോവും അല്ലേ. ഇതാണ് എന്ത്? ട്രാൻസ്വേഴ്സ്. അപ്പോൾ ഒന്നറിയാൻ വേണ്ടി വരച്ചാന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റെം ഓഫ് ആൻ എക്സിസ്റ്റഡ് ട്യൂണിംഗ് ഫോക്ക് വാസ് പ്രസ്ഡ് ഓൺ ആൻ എംപ്റ്റി ബോക്സ്. ദ ബോക്സ് വാസ് ഫൗണ്ട് ടു വൈബ്രേറ്റ്. നമ്മൾ ഒരു ട്യൂണിംഗ് ഫോക്കിന്റെ സ്റ്റെമ്മെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ആ എംപ്റ്റി ബോക്സിനകത്ത് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് ആ ബോക്സും കൂടി വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ വൈബ്രേഷൻ ഓഫ് ദ ബോക്സ് നോൺ ആസ്? അപ്പോൾ ഈ ബോക്സിന്റെ വൈബ്രേഷൻ നമ്മൾ എന്താണ് പറയാ? 2, അണ്ടർ വാട്ട് കണ്ടീഷൻ ക്യാൻ റെസൊനൻസ് ഒക്കർ ഇൻ ദിസ് ഒബ്ജക്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷനിലാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ റെസൊനൻസ് ആണ് നമ്മൾ പറയാം? അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. രണ്ടാമത്തെയോ റെസൊനൻസ് ഒക്കേഴ്സ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോക്ക് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ബോക്സ്. അപ്പോൾ എന്തായിരിക്കും? ആ ഒരു സംഭവത്തിന്റെയും എന്താണ്, ബോക്സ് ആയാലും ട്യൂണിംഗ് ഫോക്ക് ആയാലും അതിന്റെ രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന് എന്തെന്ന് പറയാ? റെസൊനൻസ് എന്ന് പറയാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുക? വെൻ ദ സ്ട്രിംഗ് ഓഫ് ദ വീണ ഈസ് എക്സിസ്റ്റഡ്
ഒരു സ്ട്രിങ് അവിടെ ഉണ്ട് കേട്ടോ വീണയില്. വാട്ട് കൈൻഡ് ഓഫ് വേവ് ഈസ് ഫോംഡ് ഇൻ ദ സ്ട്രിങ്? ആ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ് എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് വേവ് ഫോംഡ് ഇൻ ദ എയർ? എയറിൽ ഉണ്ടാവുന്ന വേവ് എന്താണ്? അപ്പോൾ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന എന്താണ്? ട്രാൻസ്വേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രിങ്ങിന് എന്തായിരിക്കും? ട്വൈങ് ട്വൈങ് എന്നല്ല നമ്മൾ ആക്കുക. അങ്ങനെ ഇതാ ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അതെന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് ആണ്. മറ്റേത് എന്താണ്? എയറിലപ്പോൾ എങ്ങനെയായിരിക്കും? അടുത്ത് പോകുന്നു, ദൂരത്ത് പോകണു, അടുത്ത് പോകണു, ദൂരത്ത് പോകും, അങ്ങനെ പോയി. അതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് ഇത് വളരെ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കിയുള്ളൂ. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്തതാണ് നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത്ക്വേക്ക് വേവ്സ്. എർത്ത്ക്വേക്ക് വേവ്സിന്റെ ഇന്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ പേരെന്താണ്? എന്താണ്? സീസ്മോമീറ്റർ. എന്താണ്? സീസ്മോമീറ്റർ. വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് ചാപ്റ്റർ 2. ഏതാണ്? ലെൻസസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ അടുത്തത് വേഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെൻസസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട്, പൊസിഷൻ ഓഫ് ദൻ ഇമേജ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പിന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഇനി ആദ്യം നമുക്ക് ബിയോണ്ട് 2F ആണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക? ബിറ്റ്വീൻ F and 2F. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡിമിനിഷ്ഡ്, ഇൻവെർട്ടഡ്, റിയൽ. ഇനി അടുത്ത് അറ്റ് 2F പൊസിഷൻ എവിടെയായിരിക്കും? 2F തന്നെ. അതേപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം സൈസ്, ഇൻവെർട്ടഡ്, റിയൽ. ഇനി ഇത് വരയ്ക്കേണ്ട വീഡിയോ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഫുൾ ചെയ്യാമെന്നല്ലേ പറയണേ. അപ്പൊ നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ബിറ്റ്വീൻ F and 2F ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബിയോണ്ട് 2F മാഗ്നിഫൈഡ്, ഇൻവെർട്ടഡ് ആൻഡ് റിയൽ. അറ്റ് F ഇൻഫിനിറ്റി, ഫാർ അവേ, അങ്ങ് ദൂരത്തായിരിക്കും മാഗ്നിഫൈഡ്, ഇൻവെർട്ടഡ് ആൻഡ് റിയൽ ആയിരിക്കും. ഇനി ബിറ്റ്വീൻ F and ലെൻസിന്റെയും എഫിന്റെയും ഈ ലെൻസിനെ നമ്മൾ O എന്നും കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഓൺ സെയിം സൈഡ് ഓഫ് ദ ലെൻസ് ഓഫ് ആൻ ഒബ്ജക്ട് എന്താണ്? മാഗ്നിഫൈഡ്, ഇൻവെർട്ടഡ് ആൻഡ് റിയൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A concave lens has a focal length of 50 cm. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 50 cm. വാട്ട് വിൽ ബി ഹിസ് പവർ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും? നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. A വന്നിട്ട് +2D, B വന്നിട്ട് +0.5D, C വന്നിട്ട് -2D, D വന്നിട്ട് -0.5D. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 50. അപ്പൊ നമ്മളതൊന്ന് എഴുതി കൊടുത്തു. എന്ത് 50 ആണ്? -50 ആണ്. അപ്പൊ നമുക്ക് അത് ചെയ്ത് വരാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? -50 എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ തന്നെ. സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി P-ന്റെ ഇക്വേഷൻ ആണ് P = 1/F. അപ്പൊ വേർ F ഈസ് ഇൻ മീറ്റേഴ്സ്, മീറ്ററിലാണെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ എടുക്കുക കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് നമ്മൾ സെന്റിമീറ്റർ മീറ്റർ ആക്കിയിട്ട് നമുക്ക് ഇപ്പൊ എടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ P = 1/F എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുത്തപ്പോൾ 1/0.5 നമുക്ക് കിട്ടി. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2D എന്ന് കിട്ടി. അതാണ് അതിന്റെ ആൻസർ. അത് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? മറ്റേ സ്ലൈഡ് ഒതുങ്ങിയിരിക്കുക. The power of the lens is -2D. The correct option is C -2D. -2D ആണ് എന്ത്? കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Find the most appropriate statement related to telescope. ടെലസ്കോപ്പുമായി റിലേറ്റ് ആയിട്ടുള്ള അതുമായി ചേരുന്ന അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ട്. ഒന്നാമത്തെ സെന്റൻസിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്, ഐപീസ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് വളരെ ചെറുതാണ്, ഫോക്കൽ ലെങ്ത് ചെറുതാണ്, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? കൂടുതലാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐപീസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവിന് കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഐപീസിന് കുറവ് ഫോക്കൽ ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസസ്. ഒബ്ജക്റ്റീവിന്റെയും ഐപീസിന്റെയും എന്താണ്? രണ്ടും സെയിം ആണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. കോൺകേവ് ലെൻസ് എന്നാണ് പറയുന്നത്. Objective lens will be the concave lens and eyepiece lens will be convex lens. Objective lens എന്ന് പറയുന്നത് കോൺകേവ്, ഐപീസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണെന്ന് പറയുന്നത്. ഏതാ കറക്റ്റ് ആൻസർ? B ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. B ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐപീസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവിനാണ് കൂടുതൽ ഫോക്കൽ ലെങ്ത്, ഐപീസിനാണ് എന്ത്? കുറവ് ഫോക്കൽ ലെങ്ത്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലെന്താണ് നമ്മൾ പറയുന്നത്? ഇതിൽ പറയുന്നതാണ് കംപ്ലീറ്റ് ദ ഫിഗർ then find out the principal focus of the concave lens. നമ്മൾ ഈ ഒരു ഫിഗർ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമ്മൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ നടു നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നടുവാണെന്ന് നിങ്ങൾ വിചാരിക്കുക, കറക്റ്റ് നടുവൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോവും? ഇങ്ങനെ പോകും. കാരണം എന്തുകൊണ്ടാണ്? കോൺകേവ് ആണ് അല്ലെ. ഫോക്കസിലൂടെ പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതങ്ങനെ പോയി. പിന്നെ രണ്ടാമത്തെ ലൈൻ വരച്ചപ്പോഴും അതങ്ങനെ പോയി, അങ്ങനെ തന്നെ ഡിവൈറ്റ് ചെയ്ത് പോയി. മൂന്നാമത്തെ ലൈൻ വരച്ചപ്പോൾ എങ്ങനെയായി? ഇങ്ങനെ ഡിവൈറ്റ് ചെയ്തു. നാലാമത്തെയും ഇങ്ങനെ ഡിവൈറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു, അതേപോലെ തന്നെ ഇങ്ങനെയും ഒന്ന് വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയ മുട്ടിയ ഈ ഒരു പോയിന്റ്
ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളൂ. കണ്ടോ, ഇതന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ. അതിന്റെ ആൻസർ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഒത്തിരി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോവും, അങ്ങോട്ട് ഫോക്കസിലൂടെ പോവാണ്ട് അങ്ങോട്ട് തെറിച്ചു പോവും. അത്രേ ഉള്ളൂ. ഇപ്പൊ വരച്ച കാര്യം തന്നെയാണ് താഴെയുള്ളത് കേട്ടോ.